മന്ത്രി പി പ്രസാദ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ അതിനാണ് മറ്റ് പണം ലഭ്യമാകുമോ എന്ന് നോക്കി 5 കൊല്ലം കൊണ്ട് 2370 കോടി രൂപ വരാണ് കേരളത്തിൽ. അത് ചെറിയ കാര്യമല്ല. ബഡ്ജറ്റിന് പുറത്തേക്ക് നമ്മൾ പണം കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ സംസ്ഥാന ബജറ്റിൽ CPIയിൽ കടുത്ത അതൃപ്തിയുണ്ട്. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചു എന്നാണ് അവരുടെ ആക്ഷേപം. വിഷയം അടുത്ത LDF യോഗത്തിൽ അവതരിപ്പിക്കാനാണ് CPI തീരുമാനം. ബജറ്റ് പാസ്സാകുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് CPI-M ശ്രമം. സപ്ലൈകോയുള്ള അവഗണനയിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. ബജറ്റിൽ പ്രതീക്ഷ വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുകയാണ് സപ്ലൈകോ. ബജറ്റിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ വിഹിതം അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത സമീപനമെന്നാണ് നേതാക്കളുടെ പരാതി. അടുത്ത LDF യോഗത്തിൽ CPI വിഷയം ഉന്നയിക്കും. അതൃപ്തി പരിഹരിക്കാൻ CPI-M നീക്കം തുടങ്ങി. മുന്നണിക്കകത്തും മന്ത്രിസഭയിലും വിഷയം സംസാരിക്കുമെന്നും ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി GR അനിൽ. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു രീതി നമുക്കുണ്ടല്ലോ. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്ന്. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയാണ് സപ്ലൈകോ. വിൽപ്പന കുറവുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോ കണക്കെടുപ്പ് തുടങ്ങി. വരുമാനം കുറവുള്ള ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കനത്ത നഷ്ടമെന്നാണ് സപ്ലൈകോയുടെ നിലപാട്. സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നില്ല. വാടകയും വൈദ്യുതി നിരക്കും വൻ ബാധ്യതയാണ് വരുത്തുന്നതെന്നും സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം.